ചേട്ടാ, എത്ര കാലമായി ഇപ്പോൾ ഉള്ള സ്ഥലത്ത് താമസിക്കുന്നു? അതുപോലെ കുറേ പേരെ നിങ്ങളുടെ പരിചയക്കാരും ബന്ധുക്കളൊക്കെ ഇതിനകത്ത് നഷ്ടപ്പെട്ടു. ഇപ്പം നിങ്ങൾക്ക് ജീവിതം ഇനി അങ്ങോട്ടൊന്നും അറിയാത്തൊരു സാഹചര്യമാണ്. ആ സമയത്താണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. എന്താണ് ഇപ്പോൾ തോന്നുന്നത്? എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എൻ്റെ കൂട്ടുകാർ, എൻ്റെ കുടുംബക്കാർ പോലെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു പ്ലേറ്റിൽ ചോറുന്ന പോലെ ജീവിച്ചിരുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കൂട്ടുകാരൊക്കെ ഇപ്പോൾ മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്നത്. ഇതിപ്പോൾ 2084 ഒരു ഉരുൾപൊട്ട് വന്ന് അന്ന് ഇങ്ങനെ തന്നെ ആൾക്കാരെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ട് സർക്കാർ. 2019 വന്ന് അന്നേരം പറയുന്നതേ ഉള്ളൂ. പിന്നെയും കൊല്ലം ഇങ്ങനെ ആയിരക്കണക്കിന് ജനങ്ങൾ പോകുന്നുണ്ട്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം തന്നെ ഇപ്പോൾ ഞാൻ വില്ലേജ് റോഡിൽ താമസിക്കുന്നുണ്ട്. അവിടെ വീടുണ്ട് പറഞ്ഞാൽ നമുക്ക് പോക്കറ്റ് വഴിയാണ്. വണ്ടി പോകും, ഒരു വിറ്റ് ഒരു ഓട്ടോയ്ക്ക് അപ്പുറത്ത് മാറാൻ പറ്റില്ല. നേരത്തെ പോലെയും ഇവിടെയും വന്നാൽ വില്ലേജിലെ ബ്ലോക്കായി കഴിഞ്ഞാൽ ആ തോടിനറിയും. പിന്നെ ആ സൂര്യപാറിലുള്ള വെള്ളം കമ്പിയിട്ട് ഞങ്ങളുടെ വീട്ടിൽ കൂടിയാണ് വന്നിട്ട് ഉറവ പൊട്ടിയിട്ട് അങ്ങനെ നിൽക്കുക. ഇപ്പം നമുക്ക് വന്ന് എന്താണെന്നാൽ ഞങ്ങൾക്കിപ്പോൾ എല്ലാം വീടൊന്നും പോയിട്ടില്ല. ഞങ്ങൾ സ്വസ്ഥയാണ്. എന്നായിരുന്നാലും നമ്മുടെ കൂട്ടുകാർ പോയവരെ നിങ്ങളെ സഹായിക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഞങ്ങളെയും കൂടി ഒരു മാറ്റി സംവിധാനമൊന്നും ചെയ്തു കൊടുക്കണം. ഞങ്ങൾക്ക് ആ കോടികൾ വേണ്ട. ഞങ്ങൾക്ക് അന്നന്ന് പണിയെടുത്ത് ജീവിച്ച് പോകാനുള്ള വകുപ്പ്. അവിടെ ഒരു 10-25 കുടുംബമുണ്ട്. എല്ലാവരും നാളെ ചെയ്യും ഇന്ന് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ഗ്രാമത്തിലൊരു നമ്പർ എടുത്ത് പറഞ്ഞാൽ നാളെ വരും ഇന്ന് വരും പറഞ്ഞാൽ അങ്ങനെ തിരിഞ്ഞു നോക്കാനുള്ള ആൾക്കാരില്ല. ഇതുപോലെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ എല്ലാവരും കൂടി സംഘടിക്കും. ആരും വന്ന് അവിടെ ഒരു ആൾക്കാരുണ്ടെന്ന് അന്വേഷിക്കുന്നു കൂടില്ല. അത് ഇലക്ഷൻ സമയം വന്നിട്ട് അന്വേഷിക്കും. എല്ലാ ആൾക്കാരും വന്ന് സംഘടിക്കും. അങ്ങനെ ഒരു പുറം തള്ളിയ പോലെയാണ് ഞങ്ങൾ കിടക്കുന്നത്. എന്തായിരുന്നാലും നിങ്ങൾ അവരെയും ഞങ്ങളെയും എല്ലാവരെയും കൂടി ആ മലയിൽ താമസിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് എന്തെന്നാൽ വില്ലേജ് വഴി കൂടി വന്നാൽ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. മേലെ പോയാലും അങ്ങോട്ട് വഴിയില്ല ഇങ്ങോട്ട് വഴിയില്ല. പിന്നെ കാട്ടുകൂടി ഫോറസ്റ്റ് കൂടി കയറിയിട്ട് വേണം സൂചിപ്പാറ മട്ടത്തിൽ എത്തിയിട്ടാണ് ഞങ്ങൾക്ക് ഒരാൾക്ക് സുഖമില്ലെങ്കിൽ ഏറ്റിക്കൊണ്ട് പോകുന്നതാവും. ഇത് പാറ കെട്ടി കൊണ്ടുപോയാൽ അങ്ങോട്ട് എത്താൻ പറ്റും. ഇപ്പോൾ റോഡില്ല. ഒന്നാമത് ഇത്രയ്ക്കുണ്ട്, വില്ലേജിൻ്റെ ഇത്രയും ദൂരമുണ്ട് ചളിക്കെട്ടി. ആ റോഡ് ബ്ലോക്കായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രിക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ കൊണ്ടുപോകാനുള്ള റോഡില്ല. എന്താണെന്നാൽ ഞങ്ങൾക്ക് അതിലെ പകരം ഒരു റോഡ് വേണം. അത് അവിടെയുള്ള ജനങ്ങളിൽ എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ മേലെയാണ് വേലി കയറ്റി കെട്ടും. റോഡ് ബ്ലോക്കാക്കാണ്ട് മാത്രമേ ഉള്ളൂ വേലി കെട്ടാൻ. റോഡ് കൊടുക്കാനുള്ള സ്ഥലം കൊടുക്കാൻ ആരും ഉണ്ടാവില്ല. നമ്മുടെ 20 ദിവസം പറയുന്നു. ഞാനിപ്പോൾ 6 സെൻറ്റ് സ്ഥലത്തിൽ ഞാൻ 1 സെൻറ്റ് കൊടുത്തിട്ടാണ് അവിടെ റോഡാക്കിയത്.